ജനദ്രോഹ ബജറ്റിനെതിരെ കെ.എസ്.ടി.യു. ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംഘടന സംസ്ഥാന അധ്യക്ഷൻ കെ.എം. അബ്ദുള്ള സംഗമം ഉദ്ഘാടനം ചെയ്തു. വെറും പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തി അധ്യാപകരെയും ജീവനക്കാരെയും കബളിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ ബജറ്റിലൂടെ സ്വീകരിച്ചത്. 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇതുവരെ നൽകാത്ത സർക്കാർ പുതിയ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചത് പ്രഹസനമാണ്. ഉച്ചഭക്ഷണ ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിലും വിദ്യാർത്ഥി പാചക തൊഴിലാളി അനുപാതം വർദ്ധിപ്പിക്കുന്നതിലും അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. 2012 ശേഷമുള്ള പ്രീ പ്രൈമറി അധ്യാപകർക്ക് അംഗീകാരം നൽകുന്ന കാര്യത്തിലും BRC-കളിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് അംഗീകാരം നൽകുന്ന കാര്യത്തിലും ബജറ്റ് മൗനം പാലിക്കുന്നു. 20,000-ഓളം വരുന്ന അധ്യാപകരുടെ നിയമനാംഗീകാരം, ജോലി സംരക്ഷണം എന്നിവയിൽ അനുകൂലമായ ഒരു തീരുമാനവും ബജറ്റിൽ ഉൾപ്പെടുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഘടന ജില്ലാ അധ്യക്ഷൻ കോട്ടയിൽ വീരാൻകുട്ടി അധ്യക്ഷനായി. വിവിധ ഭാരവാഹികളായ മജീദ് കാടയങ്ങൽ, P.K.M. ഷഹീദ്, N.P. മുഹമ്മദ് അലി, N.K. ഷാഹിന, സഫ്തർ അലി വാളൻ, A.K. നാസർ, M. സലിം, K. അർഷദ്, T.P. റഷീദ്, K.T. അലവിക്കുട്ടി, P.K. സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി DJ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ 28 മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ. ദുബായ്, ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർറിയൽ വെള്ളച്ചാട്ടം, നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധതരം റൈഡുകൾ, ഫുഡ് കോർട്ടുകൾ, വിവിധതരം എന്റർടൈൻമെന്റുകൾ, ഗെയിമുകൾ, ഫാമിലി ഗെയിമുകൾ. 50 ദിവസം നീണ്ടുനിൽക്കുന്ന കോട്ടക്കൽ എക്സ്പോയിൽ വൈകുന്നേരം 3 മുതൽ രാത്രി 9 വരെ പ്രവേശനം. ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ആഘോഷിക്കാം DG അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോയ്ക്കൊപ്പം. രാജാസ് ഹൈസ്കൂളിന് സമീപം, പറമ്പിലങ്ങാടി, കോട്ടക്കൽ.